ഹായ് ഹലോ അസ്സാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരി ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കറിക്ക് വേണ്ട സാധനങ്ങളാണ്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം വറ്റിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 തക്കാളി 4 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നന്നായിട്ട് വഴന്ന് വരണം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 ടീസ്പൂണ് പിന്നെ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് പുഴുങ്ങുന്നത്, പെട്ടെന്നായി കിട്ടും. ഇപ്പം ഇതൊക്കെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ദോശ ചുട്ടെടുക്കാം. ഞാൻ ഫ്രൈ പാനിലാണ് ദോശ ചുടാറ്. അതുകൊണ്ട് ഞാൻ എണ്ണ പിന്നെ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, എണ്ണ തേച്ച് കൊടുക്കാറില്ല. ഇതുപോലെ കനം കുറഞ്ഞ ദോശയാണ് കേട്ടോ അവിടെ എല്ലാവർക്കും ഇഷ്ടം. കട്ടിയുള്ളത് ആർക്കും പറ്റില്ല. ഇപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങിയ കോഴിമുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ചായക്കുള്ള വെള്ളം വെക്കാം. അതിൽ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ദോശ റെഡി ആയിട്ടുണ്ട്. ദോശ കണ്ടില്ല, ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ ഇത് എത്രത്തോളം കട്ടിയുണ്ട് എന്നുള്ളത്. ഇതിൽ കൂടെ നോക്കിയാൽ അപ്പുറം കാണാം, അത്രയും നൈസാണ് അതിൽ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ബീഫാണ് കേട്ടോ, അത് ഇന്നലത്തെ ബീഫാണ്, ഞാൻ രാത്രിക്കത്തെ ബീഫ്. അത് നന്നായി ചൂടാക്കിയിട്ടുണ്ട്. അതിൽ പച്ചമുളകും പിന്നെ ഒരു സവാളയും കൂടി ഇട്ടുകൊണ്ട് നന്നായി ചൂടാക്കിയിട്ട് എടുക്കുക. ഇതിപ്പോൾ ചായൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഇക്കാക്ക് ചായ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുന്നത് നിർബന്ധമാണ് കേട്ടോ. ഇനി ഇതൊരു കപ്പിൽ ഞാൻ കോഫി പൗഡർ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് തിളച്ച വെള്ളം കൂടെ ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇക്ക കോഫിയാണ് കുടിക്കാൽ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് നല്ലൊരു സ്ട്രോങ് ചായ വേണം രാവിലെ തന്നെ. ഞാൻ കപ്പിലേക്ക് ചായ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചായ പാൽപ്പൊടി ഇട്ടിട്ട്, പാൽ ചായ ഞാൻ കുടിക്കില്ല, പാൽപ്പൊടിയാണ് ഉപയോഗിക്കാറ്. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഇൻഷാ അല്ലാഹ്, അസ്സലാമു അലൈക്കും, ബായ്.